നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിലെ ക്യാമറ ഓപ്പൺ ചെയ്താൽ ക്യാമറക്കകത്തും നിങ്ങൾക്ക് മറ്റൊരു ക്യാമറയുടെ ഐക്കൺ കാണാൻ സാധിക്കുന്നതാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം വളരെ വളരെ വലുതാണ്. നിങ്ങളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും തരത്തിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ മറ്റൊരു ഫോട്ടോ എഡിറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു ഓപ്ഷൻ ചെയ്തു തരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഏതെങ്കിലും ബോർഡിൽ ഫോൺ നമ്പർ കാണുകയാണെങ്കിൽ അത് ടൈപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്കത് കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ബോർഡോ പുസ്തകങ്ങളോ ഏതെങ്കിലും മറ്റൊരു ഭാഷയിൽ കാണുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മലയാളത്തിൽ വായിക്കാനും ഈ ഓപ്ഷൻ സഹായിക്കുന്നതാണ്. അതുപോലെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ വില എത്രയാണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ തത്സമയം നിങ്ങൾക്ക് നേരിട്ട് ഈ ഒരു ഓപ്ഷനിലൂടെ സംസാരിച്ച് അതെന്താണ്, അതിനെത്രയാണ് വില, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ പറഞ്ഞത് മാത്രമല്ല, ഒരുപാട് ഫീച്ചർ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിലെ ക്യാമറ ആപ്ലിക്കേഷനകത്ത് വരുന്ന ഈ ഒരു ഓപ്ഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. നിങ്ങളുടെ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ മുകളിലായിട്ടാണ് ഈ ഓപ്ഷൻ ഉണ്ടാകുക. മുകളിൽ ഇവിടെ എവിടെയെങ്കിലും ആയിട്ടുണ്ടാകും. ഓക്കെ, ഇതിന് മറ്റൊരു മൊബൈൽ ഫോണാണ്. ഇതിൻ്റെ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ ഇപ്പോൾ ഇല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് വീഡിയോ മോഡിലാണ് ഉള്ളത്. അത് മാറ്റി ഫോട്ടോ മോഡിലാക്കുമ്പോഴാണ് നമുക്ക് മുകളിൽ ഈ ഓപ്ഷൻ ലഭിക്കുക. അത് പ്രത്യേകം ഓർക്കുക. ഇപ്പോൾ ഇതാ ഈ ഫോണിലും മുകളിൽ ആ ഓപ്ഷൻ ഉണ്ട്. ഇനി ക്യാമറ ഓപ്പൺ ചെയ്ത് അതിനകത്തുള്ള ഈ ക്യാമറ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഓപ്ഷനാണ് ഓണായി കിട്ടുക. ഇതിന് അകത്ത് ഗംഭീരമായ നിരവധി ഫീച്ചറുണ്ട്. എല്ലാം ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഇത് സെർച്ച് ഓപ്ഷനിലാണ് ഉണ്ടാകുക. ഈ സെർച്ച് ഓപ്ഷൻ്റെ ഉപകാരമാണ് ആദ്യം പറഞ്ഞു തരുന്നത്. ഇപ്പം നമുക്കൊരു ബോർഡിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുത്തുകൾ കോപ്പി ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്യാമറ ഇതുപോലെ അതിന് നേരെ പിടിച്ചാൽ മതി. അത് ബോർഡിലുള്ള ഫോൺ നമ്പർ ആയാലും നമുക്കിവിടെ ടെക്സ്റ്റ് കോപ്പി ചെയ്യേണ്ട ഓപ്ഷൻ വരും. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ക്യാമറയിൽ കാണിക്കുന്ന അതിലുള്ള എല്ലാ എഴുത്തുകളും കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ആ ഫോൺ നമ്പറിലേക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോൾ ചെയ്യേണ്ട ഓപ്ഷൻ തന്നെ വരും. അല്ലെങ്കിൽ നമുക്ക് കോപ്പി ചെയ്തിട്ടും കോൾ ചെയ്യാം. ജസ്റ്റ് കോൾ ചെയ്യേണ്ട ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ആ നമ്പറിലേക്ക്. ഇനി എന്തെങ്കിലും സാധനത്തിൻ്റെ വിവരങ്ങൾ അറിയണമെങ്കിൽ ആ സാധനത്തിന് നേരെ ഇതുപോലെ ഈ ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്ത് പിടിച്ചാൽ മതി. ഇനി താഴെയുള്ള സെർച്ച് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ അതെന്താണ് പ്രോഡക്റ്റ്, അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ അതിന് എത്രയാണ് വില, അതെവിടെയാണ് വാങ്ങാൻ കിട്ടുക, എല്ലാ കാര്യങ്ങളും ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ളതിൻ്റെ ലിങ്ക് അടക്കം ഇതിനകത്ത് ലഭിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് ഒരു സാധനത്തിൻ്റെ മുഴുവൻ ചരിത്രവും ഗൂഗിളിലൂടെ തിരയാനുള്ള ഓപ്ഷനും ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ കണക്ക് കൂട്ടാനും ഈ ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. എങ്ങനത്തെ കണക്കായാലും എത്ര വലിയ കണക്കായാലും ഇതുപോലെ ക്യാമറയ്ക്ക് നേരെ പിടിച്ചാൽ നിങ്ങൾക്ക് സോൾവ് എന്നൊരു ഓപ്ഷൻ അതിൽ വരുന്നത് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ആൻസർ ഇതുപോലെ വളരെ കൃത്യമായിട്ട് നമുക്ക് ലഭിക്കും. അതിൻ്റെ റൂട്ട് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ള മുഴുവൻ വിശദാംശങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി തൊട്ടടുത്തുള്ള ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനകത്തുള്ള അതേ ഓപ്ഷൻ തന്നെയാണ്. നമുക്ക് ഏതെങ്കിലും ഭാഷയിലുള്ള പുസ്തകമായാലും പോസ്റ്ററായാലും എന്തായാലും അതിന് നേരെ ക്യാമറ പിടിക്കുക, എന്നിട്ട് ട്രാൻസ്ലേറ്റർ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ആ പോസ്റ്റർ ഏത് ഭാഷയിലാണുള്ളത് അത് ഇവിടെ സെലക്ട് ആവും. രണ്ടാമത്തെ ഇതിൽ നമ്മൾ മലയാളം സെലക്ട് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ മലയാളത്തിലാകൂ. അല്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും ഭാഷയിലാണ് വേണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഇതുപോലെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കത് മലയാളത്തിൽ വായിക്കാൻ ഈ ഒരു ഓപ്ഷൻ സഹായിക്കുന്നതാണ്. ഇനി ഇതിനകത്തായി നിങ്ങൾക്ക് ലൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇത് വളരെ പഴയ മൊബൈൽ ഫോണിൽ ഈ ഓപ്ഷൻ ലഭിക്കുന്നതല്ല. കുറച്ച് പുതിയ മൊബൈൽ ഫോൺ ആണെങ്കിൽ ഈ ഓപ്ഷൻ ലഭിക്കും. ഇതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഓൺ ആകും. പിന്നെ നമുക്ക് എന്തിനെക്കുറിച്ചിട്ടാണ് അറിയേണ്ടത് അത് ക്യാമറയിലൂടെ കാണിച്ചു കൊടുത്തിട്ട് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ചോദിക്കണം. അപ്പോൾ അത് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ നമുക്ക് മറുപടി പറയും. ഇപ്പോൾ മലയാളം സപ്പോർട്ടല്ല എന്നേ ഉള്ളൂ. ഭാവിയിൽ ഇതിൽ മലയാളം സപ്പോർട്ട് ആകുന്നതാണ്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. മേരാ ഹാത്ത് മേ ക്യാ ചീസ് ഹൈ? आपके हाथ में कार रियरव्यू कैमरा का एक डिब्बा है। ये सामान का इस्तेमाल क्या है? इसे कार के पीछे लगाया जाता है ताकि रिवर्स करते समय आपको साफ दिखाई दे। इससे पार्किंग आसान और सुरक्षित हो जाती है. അവസാനമായി നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് ഓപ്പൺ ആവുക. എന്നിട്ട് നിങ്ങൾക്കൊരു സെൽഫി എടുക്കാം, അല്ലെങ്കിൽ ബാക്ക് ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ ഗാലറിയിൽ നിന്ന് പോലും ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഡിസ്ക്രിപ്ഷൻ എഴുതേണ്ട ഒരു ഓപ്ഷൻ വരും. നിങ്ങൾക്ക് പ്രോംപ്റ്റ് എഴുതാനുള്ള ഒരു ഓപ്ഷനാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ എന്താണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ മലയാളത്തിലാണ് എഴുതുന്നത്. ഇത് താജ്മഹലിൻ്റെ പശ്ചാത്തലത്തിലേക്ക് മാറ്റണം എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം വളരെ
വൃത്തിയായിട്ട് എൻ്റെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് താജ്മഹൽ ആക്കി തന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഫോട്ടോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്, അത് പല രൂപത്തിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ടെക്സ്റ്റുകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ പശ്ചാത്തലം മാറ്റാൻ പറ്റും, ഷർട്ടിൻ്റെയും ഒക്കെ കളറൊക്കെ മാറ്റാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കൂടി ഇതിനകത്തുണ്ട്. ഇനി ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ക്യാമറക്കകത്ത് ലഭിക്കുന്നില്ലെങ്കിൽ അതൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനാണ്, പരസ്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടും. സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നാൽ ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഗൂഗിളിൻ്റെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ക്യാമറക്കകത്ത് ഈ ഓപ്ഷൻ ലഭിക്കില്ല, നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ്റെ രൂപത്തിൽ ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ജസ്റ്റ് അതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ചു തന്ന എല്ലാ കാര്യങ്ങളും ഇതേ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് ഫോണിൽ ആപ്ലിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം, അതുവരേക്കും ഗുഡ് ബൈ.